ഹലോ ചങ്ങായിമാരെ, എല്ലാവർക്കും റാത്ത് തന്നെയല്ലേ? ഞാൻ വീണ്ടും നിങ്ങളെ മുമ്പിലേക്ക് വന്നിരിക്കുകയാണ്. അതും സ്പെഷ്യലായിട്ടുള്ളൊരു മന്തി ബിരിയാണി റെസിപ്പിയും കൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വെറൈറ്റി ആയിട്ടുള്ള മന്തി ബിരിയാണിയാണ്. ഇനി ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഈ മന്തി ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം വേണ്ടത് ഇഞ്ചിയും വെളുത്തുള്ളിയും. അത് ഞാനിട്ട് രണ്ടും കൈയിട്ട് ഒരേ അളവിൽ തന്നെ എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് പച്ചമുളക് 10 എണ്ണമാണ് വേണ്ടത്. മീഡിയം സൈസിലുള്ള പച്ചമുളക് 10 എണ്ണം എടുക്കണം. ആദ്യം തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ലപോലെ പേസ്റ്റാക്കിയിട്ട് എടുക്കുക. അപ്പോൾ ചെറിയ ചെറിയ പീസായിട്ട് കട്ടാക്കിയെങ്കിൽ നമുക്ക് അരച്ചിട്ട് എടുക്കാൻ പറ്റും. ഇനി ലേശം വെള്ളം വേണമെങ്കിൽ ഒഴിച്ചിട്ട് നമുക്കിത് അരച്ചിട്ടെടുക്കാം. പിന്നെ അതേ മിക്സിൻ്റെ ജാറിൽ തന്നെ ഞാൻ ഈ പച്ചമുളക് ഒന്ന് ചതച്ചിട്ട് എടുക്കുന്നുണ്ട്. പച്ചമുളക് കൂടുതൽ പേസ്റ്റ് ആവാണ്ട് ചതച്ചിട്ടെടുത്താൽ മതി. പിന്നെ വേണ്ടത് ഒരു കോഴി ഞാൻ എന്താക്കി മീഡിയം സൈസുള്ളത് 10 പീസാക്കിയിട്ട് ഇവിടെ കൈയിട്ട് വൃത്തിയാക്കിയിട്ട് വെള്ളമെല്ലാം വാർന്ന് പോകാൻ വെച്ചിട്ടുണ്ട്. ഇനി ഈ കോഴിക്ക് 1/2 ടേബിൾ സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്ത്, പിന്നെ വേണ്ടത് മുളകിൻ്റെ പൊടി 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്ത്, പിന്നെ മന്തി മസാല പൗഡർ 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്ത്, പിന്നെ 1 ടീസ്പൂൺ ഗരം മസാല പൊടി, 1 ടീസ്പൂൺ പെപ്പർ പൗഡർ, പിന്നെ വേണ്ടത് മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിന്. പിന്നെ എല്ലാം കൂടി നല്ലപോലെ നമുക്കിത് മിക്സാക്കിയിട്ട് എടുക്കണം. പിന്നെ അതിന് മുന്നേ തന്നെ 3/4 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും 2 ടേബിൾ സ്പൂൺ വിനാഗിരിയും ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുത്ത്, പിന്നെ കുറച്ച് ചുവന്ന ഫുഡ് കളറും കൂടി ഇട്ട് കൊടുത്ത്, അത് വേണമെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഇതിലേക്ക് ഞാൻ 1/4 കപ്പ്, അതായത് 4 ടേബിൾ സ്പൂൺ തൈര്, കട്ട തൈര് തന്നെ ഇട്ട് കൊടുത്തിന്. പിന്നെ വേണ്ടത് കസൂരി മേത്തി, അത് 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിന്. എല്ലാം കൂടി ആയിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കണം. ഇത് എത്രത്തോളം നല്ല പാങ്ങിൽ മിക്സ് ആക്കുന്നത് അത്രത്തോളം അടിപൊളിയായിട്ട് ഈ ഫ്രൈ ആക്കിയിട്ടാകുമ്പോൾ നമുക്ക് ടേസ്റ്റ് കിട്ടും. കുറച്ച് കറിച്ചപ്പലെല്ലാം ഇട്ടിട്ട് വീണ്ടും നമുക്കിത് മിക്സ് ആക്കിയിട്ട് എടുക്കാം. ഇനി ഇത് നമുക്ക് 2 മണിക്കൂറോ 3 മണിക്കൂറോ സമയം ഉണ്ടെങ്കിൽ 4-5 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. എത്രത്തോളം റെസ്റ്റ് ചെയ്യുന്നു അത്രത്തോളം ടേസ്റ്റ് കൂടും. ഞാൻ 3 മണിക്കൂറാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. അത് ഫ്രിഡ്ജിലാണ് ഞാൻ വെച്ചത്. ഇനി കുറച്ച് ഓയിൽ ചൂടാക്കിയിട്ട് എടുക്കണം. കുറച്ച് അധികം തന്നെ ഓയിൽ ചൂടാക്കിയിട്ട് എടുക്കണം. ഇതിലേക്ക് 250 ഗ്രാം സവാള, അതായത് ഉള്ളി, അത് ഇട്ട് കൊടുത്തിട്ട് നല്ല ഗോൾഡ് കളറാകുന്ന പോലെ ഫ്രൈ ആക്കിയിട്ട് എടുക്കണം. പിന്നെ ഈ ഉള്ളി ഫ്രൈ ആക്കുമ്പോൾ കരിഞ്ഞു പോയെങ്കിൽ എല്ലാ ടേസ്റ്റും പോവും. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ആദ്യം ഫുള്ള് തീയിൽ തന്നെ വെക്കണം. ഏകദേശം ഒരു 60% ആകുമ്പോൾ തീ ചെറുതാക്കിയിട്ട് ഒരു മീഡിയത്തിൽ കൊണ്ടുവരണം. പിന്നെ അങ്ങനെ പെട്ടെന്നൊന്നും കരിഞ്ഞൊന്നും പോയല്ല. ഇപ്പോൾ 2-3 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കടലപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, ഒരു 4 ടേബിൾ സ്പൂൺ, അതായത് 1/4 കപ്പ്. ഇത് നമുക്ക് നേരത്തെ പെരക്കിയിട്ട് വെക്കുമ്പോൾ തന്നെ വേണമെങ്കിൽ ഇടാം, ഇപ്പോൾ വേണമെങ്കിൽ ഇടാം. ഞാൻ ഇപ്പോൾ ആണ് ഇട്ട് കൊടുത്തത്. നല്ലപോലെ മിക്സ് ആക്കിയിട്ട് ഈ ഉള്ളി കാച്ചിയ എണ്ണ ഉണ്ടല്ലോ അതിൽ തന്നെ ഫ്രൈ ആക്കിയിട്ട് എടുക്കണം. അപ്പോൾ ഉള്ളി കാച്ചുമ്പോൾ കുറച്ച് അധികം എണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കണം. ബിരിയാണിക്കുള്ള മസാല ഉണ്ടാക്കുമ്പോൾ ഇതേ എണ്ണയിൽ തന്നെ മസാല ഉണ്ടാക്കണം. അപ്പോൾ അതിനെല്ലാം കൂടിയിട്ട് എത്ര വേണം അത്ര എണ്ണ ഒഴിച്ചിട്ട് കൊടുക്കണം. ഇനി മീഡിയം തീയിൽ വെച്ചിട്ട് 2-3 കൂട്ടം തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ഇത് നല്ല പാങ്ങിൽ ഫ്രൈ ആക്കിയിട്ട് എടുക്കണം. ഇനിയിപ്പോൾ മസാലിൻ്റെ കൂടെ ഇത് ഫ്രൈ ആക്കാനും വഴറ്റാനും വേവിക്കാനും ഒന്നുമില്ല. അപ്പോൾ നമുക്കിതാ കോഴിയെല്ലാം ഫ്രൈ ആക്കിയിട്ട് എടുത്ത്, ഇനി ഇവിടെ എല്ലാം ഞാൻ വെച്ചിട്ടുണ്ട്. തക്കാളി, ഉള്ളി, മല്ലിച്ചപ്പല, ഇതിനെല്ലാം നമുക്ക് എന്താക്കുക കട്ടാക്കിയിട്ട് എടുക്കാം. അപ്പോൾ 1/2 കിലോ നീരുള്ളി ഞാൻ വീണ്ടും നല്ല പോലെ നേരിയതായിട്ട് കട്ടാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി കോഴി കാച്ച അതേ എണ്ണയിൽ തന്നെ ഈ ഉള്ളി വഴറ്റിയിട്ട് എടുക്കണം. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. കോഴി കാച്ചിയ എണ്ണയിൽ തന്നെ നമ്മൾ ഉള്ളി വഴറ്റിയിട്ട് എടുക്കണം. പിന്നെ കോഴി കാച്ചുമ്പോൾ അങ്ങനെ നമ്മൾ ഉള്ളി കാച്ചിയ എണ്ണ ഉണ്ടല്ലോ അതിൽ കോഴി കാച്ചുമ്പോൾ ഭയങ്കര ടേസ്റ്റ് തന്നെ. അപ്പോൾ അതും നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കണം. ഭയങ്കര വലിയൊരു ടിപ്സാണത്. ഉള്ളിയെല്ലാം നല്ല പോലെ വഴന്ന് വന്നിട്ടാകുമ്പോൾ കുറച്ച് കറിച്ചപ്പലിട്ട്, പിന്നെ ഇതിലേക്ക് ഞാൻ 3 ടേബിൾ സ്പൂണ്, വലിയ സ്പൂണിൽ 3 ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ട് മീഡിയം തീ ആക്കിയ പിന്നെ നല്ല പോലെ മൂപ്പിച്ചിട്ട് എടുക്കണം. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ 10 പച്ചമുളക് ചതച്ചതും കൂടി ഇട്ട് കൊടുക്കണം. ഇനി അതും നല്ല പോലെ മൂത്ത് വരുന്ന പോലെ വഴറ്റിയിട്ട് എടുക്കണം. ഇതിൻ്റെ എല്ലാം പച്ചമണം നല്ലപോലെ മാറിയെങ്കിൽ മാത്രമേ ബിരിയാണിക്ക് ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. പിന്നെ ഇതിലേക്ക് വേണ്ടത് 1/4 കിലോ തക്കാളി നല്ല നീളത്തിൽ അരിഞ്ഞത്, വളരെ തിന്നായിട്ട് തന്നെ നീളത്തിൽ അരിഞ്ഞിട്ട് എടുക്കണം. അപ്പോൾ നല്ലോണം പെട്ടെന്ന് നമുക്കിത് വെന്തിട്ട് കുഴഞ്ഞിട്ട് കിട്ടും. അതും കൂടി ഇട്ടിട്ട് നല്ല പോലെ പാങ്ങ് ഞാൻ വഴറ്റിയിട്ട് എടുക്കുന്നുണ്ട്. ഇപ്പോൾ തക്കാളി ഉള്ളിയെല്ലാം നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് മന്തി മസാല പൗഡർ, 2 ടേബിൾ സ്പൂൺ മന്തി മസാല പൗഡറും ഞാൻ ഇട്ട് കൊടുത്ത്. ഈ സമയം തീ ചെറുതാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ചൂടന്നെ മതി, ഈ ഉള്ളിൻ്റെയും തക്കാളിൻ്റെ ചൂടന്നെ മതി. ചെറിയ തീയിൽ വഴറ്റിയിട്ടെടുത്ത് പിന്നെ ഇതിലേക്ക് വേണ്ടത് ഉപ്പ്, മസാലയ്ക്ക് ആവശ്യത്തിന് 1/2 ടേബിൾ സ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുത്തിരുന്നത്. പിന്നെ 1 ടീസ്പൂൺ പെപ്പർ പൊടി ഇട്ട് കൊടുത്ത്, പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത്.
തീ ചെറിയ തീയിലാണുള്ളത്. എല്ലാം കൂടി നല്ലപോലെ മൂപ്പിച്ചിട്ട് എടുക്കണം. പിന്നെ ഞാൻ നേരത്തെ ഫ്രൈ ആക്കി വെച്ചിട്ടുണ്ടായ ഉള്ളി ഉണ്ടല്ലോ, അതിൻ്റെ 1/4 ഭാഗം ഇതിലേക്ക് ഇട്ട് കൊടുത്തിന്. അപ്പോൾ എല്ലാം കൂടി നല്ലോണം മൂപ്പിച്ചിട്ട് എടുക്കണം. ഇപ്പോൾ അല്പം തീ ഒന്ന് കൂട്ടി കൊടുക്കാം. ഇനി വേണ്ടത് മല്ലിച്ചപ്പല, കുറച്ചധികം മല്ലിച്ചപ്പല ഞാൻ ഇട്ട് കൊടുക്കൽ. ഞങ്ങൾക്ക് ഭയങ്കര ടേസ്റ്റി മല്ലിച്ചപ്പല. എൻ്റെ കയ്യിൽ എത്രയുണ്ട് അതെല്ലാം ഞാൻ ഇട്ട് കൊടുക്കും. പിന്നെ ഫ്രിഡ്ജിൽ വെക്കൽ വളരെ കുറവ്. പിന്നെ ഇതിലേക്ക് ഞാൻ എന്താക്കി, 1 കപ്പിനടുത്ത് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്ത്. നമുക്കിത് ദമ്മിടാനുള്ളതല്ലേ, അപ്പോൾ ഇങ്ങനെ അടിക്കല്ലേ പിടിച്ചു. അതുകൊണ്ട് തന്നെ വെള്ളം ഒഴിച്ച് നല്ല പോലെ ഒന്ന് തിളപ്പിച്ചിട്ട് എടുത്തിട്ട് തീ ഓഫാക്കി. ഇനി നമുക്ക് എന്താക്കാം, നെയ്ച്ചോറ് വെക്കാം. ഇതിനും വേണ്ടിയിട്ട് ഞാൻ വെള്ളം തിളക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം. ഇനി ഏത് കപ്പായെങ്കിലും കുഴക്കില്ല. അപ്പോൾ അതാണ് കണക്ക്. ഞാനൊരു 3/4 കിലോ അരിയാണ് എടുത്തിട്ടുള്ളത്. വെള്ളം തിളക്കുമ്പോൾ ബേ ലീഫ് ഇട്ട് കൊടുത്ത്, പിന്നെ ഒരു അര ടേബിൾ സ്പൂണ് മുഴുവൻ പെപ്പറും 1 ടീസ്പൂൺ ഗ്രാമ്പു 4 ഏലക്ക ഇത്ര ഇട്ട് കൊടുത്ത്, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിന്. പിന്നെ ഇതിലേക്ക് വേണ്ടത് നെയ്യ്, 75 ml നെയ്യും 75 ml വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇതെല്ലാം കൂടി ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചിട്ടെടുത്ത് ഇവിടെ ഞാൻ തനിമ റൈസ് നല്ലപോലെ കൈയിട്ട് വെള്ളം എല്ലാം വാർന്ന് പോകാൻ വെച്ചിട്ടുണ്ടായിന്. ഇനി അരി ഇട്ട് കൊടുക്കുക. അരി ഇട്ടുകൊടുത്തപ്പോൾ തന്നെ നല്ല പോലെ ഇളക്കണം, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇട്ടിട്ട് 1 മിനിറ്റ് 2 മിനിറ്റെല്ലാം കഴിഞ്ഞെങ്കിൽ അടിഭാഗം നല്ല പോലെ കട്ടിയായിട്ട് വരും. ഇട്ടപ്പോൾ തന്നെ ഇളക്കി കൊടുക്കുമ്പോൾ വെള്ളം തിളക്കും. വെള്ളം തിളച്ച വെള്ളമല്ലേ, ഒരു 2 മിനിറ്റിൻ്റെ ഉള്ളിൽ തിളക്കും. ആ തിളച്ചിട്ടാകുമ്പോൾ എന്താക്കണം, തീ ചെറുതാക്കി കൊടുക്കണം. ഒരു മീഡിയം ടു ലോ തീയിൽ 10 മിനിറ്റ്. ശരിക്കും പറഞ്ഞാൽ 10 മിനിറ്റ് തന്നെ വേണ്ട. തനിമ റൈസിന് ഏകദേശം 8-9 മിനിറ്റ്. ഒരു 80% കുക്കായാൽ മതി. ബാക്കി 20% ദമ്മിട്ടിട്ടാകുമ്പോൾ കറക്റ്റ് ആയിക്കോളും. ഇപ്പോൾ നെയ്ച്ചോറെല്ലാം പാകമായി വന്ന് ഞാൻ എന്താക്കി, മസാല തന്നെ വലിയൊരു പാത്രത്തിലേക്ക് മാറ്റി, ഒരു 3/4 ഭാഗം മാറ്റി കൊടുത്ത്, എന്നിട്ട് അതിൻ്റെ മീത്തേക്ക് ചോറ് ഇട്ട് കൊടുത്ത്. ഈ ചോറും നെയ്യും എണ്ണയെല്ലാം നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ രണ്ടാമത് ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പം മുഴുവനും ഞാൻ ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് കളറും കൂടി ഒഴിച്ചു കൊടുത്ത്. അപ്പോൾ കളറ് വേണമെങ്കിൽ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. വീഡിയോയിൽ എടുക്കുമ്പോൾ ഒരു ഭംഗിയെല്ലാം കിട്ടട്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് കളറെല്ലാം ഒഴിച്ചു കൊടുത്തിന്. പിന്നെ ഞാൻ മസാല കുറച്ച് ബാക്കി വെച്ചിട്ടുണ്ടായിന്. ആ മസാല ഇതിൻ്റെ മീത്തൊക്കെ ഇട്ട് കൊടുത്ത്. നടുഭാഗം കുറച്ച് ജാഗ വെച്ചക്കിയിട്ട് ബാക്കിയുള്ള ഭാഗത്തേക്ക് ഞാൻ മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ മണം കൊണ്ട് നമുക്ക് സഹിക്കാൻ കഴിയുന്നില്ല, അത്ര ടേസ്റ്റോ. പിന്നെ ചിരട്ടി കനലാക്കിയിട്ട് എടുക്കണം. നമുക്കിത് മന്തിൻ്റെ ഫ്ലേവറെല്ലാം കിട്ടണ്ടേ, അപ്പോൾ ചിരട്ടി കനലാക്കിയിട്ട് എടുക്കണം. പിന്നെ ഈ കാച്ചിയ ഉള്ളി ഉണ്ടല്ലോ, കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ടായ അത് ഇതിൻ്റെ മീത്തൊക്കെ ഞാൻ കുറച്ച് ഇട്ട് കൊടുത്ത്, എന്നിട്ട് നടുഭാഗത്ത് ഈ ചിരട്ട കനൽ വെച്ച് കൊടുക്കണം. പിന്നെ കോഴി ഉണ്ടല്ലോ, അതെല്ലാം സൈഡ് വെച്ച് കൊടുക്കണം. അത് ഞാനിപ്പോൾ വലിയ സൈഡ് നല്ല സെറ്റപ്പ് ആക്കിയിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ചെറിയ തീയിലാണ് നമ്മൾ ഇത് ദം ചെയ്തെടുക്കേണ്ടത്. ഈ സമയം തന്നെ പഴയൊരു പാന് ചൂടാക്കിയിട്ട് എടുക്കണം. അതിൻ്റെ മുകളിലേക്ക് ഈ മന്തീൻ്റെ പോട്ട് വെച്ച് കൊടുക്കണം. പിന്നെ കുറച്ച് പുതിന ഉണ്ടല്ലോ, അത് ഞാൻ മുകളിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്, ഇതിൻ്റെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി വെളിച്ചെണ്ണ ഞാൻ ഈ കനലിലേക്ക് ഒഴിച്ചു കൊടുത്താൽ അപ്പോൾ തന്നെ മൂടണം. എൻ്റെ പുകയൊന്നും പുറത്ത് കുറേ പോകാൻ കഴിയില്ല, പോയെങ്കിൻ്റെ ഫ്ലേവറെല്ലാം പോവും. എന്നിട്ട് ചെറിയ തീയിൽ അടിയിൽ പഴയ പാനിൻ്റെ മുകളിൽ വെച്ചിട്ട് ഒരു 15 മുതൽ 20 മിനിറ്റ്, കൂടുതൽ സമയം വേണ്ട, അത്രയും ദമ്മ് ചെയ്തെടുക്കണം. ഇപ്പോൾ 20 മിനിറ്റായി, നല്ല ചൂട് തന്നെ ഉണ്ട്. ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നതുകൊണ്ട് കുറച്ച് പെട്ടെന്ന് തന്നെ എടുത്ത്, അതായത് 20 മിനിറ്റ് ആകുമ്പോൾ തന്നെ എടുത്ത്. ഒരു അരമണിക്കൂറെല്ലാം കഴിഞ്ഞിട്ട് സെർവ് ആക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റ്, നല്ല സെറ്റായിട്ടുണ്ടാവും ചോറെല്ലാം. ഇനി നമുക്ക് എന്താക്കാം, മുകളിൽ നിന്ന് ചിക്കനെല്ലാം എടുത്തിട്ട് മാറ്റാം. ഈ ചിക്കനെല്ലാം എടുത്തിട്ട് മാറ്റിയിട്ടായിട്ട് ഇതിനെ നല്ല പോലെ ഒന്ന് മിക്സാക്കിയിട്ട് എടുക്കണം. അപ്പോൾ കുറച്ച് ചൂടുണ്ട്, കുറച്ച് ചൂടെല്ലാം പോയിട്ടാകുമ്പോൾ നല്ല എളുപ്പത്തിൽ നമുക്ക് മിക്സാക്കിയിട്ട് എടുക്കാൻ പറ്റും. എല്ലാം ഞാനിവിടെ മിക്സാക്കിയിട്ട് എടുത്ത് ഞാനൊരു പോട്ടിലാണ്, മണ്ണിൻ്റെ പോട്ടിലാണ് ഞാനിത്, അതായത് ക്ലേൻ്റെ പോട്ട്, അതിലാണ് ഞാൻ സെർവ് ആക്കുന്നത്. കുറച്ച് മസാലയും കുറച്ച് മല്ലിച്ചപ്പലയും കോഴിയെല്ലാം വെച്ച് കൊടുക്കണം. എന്നിട്ട് എന്താക്കണം, ഇതിൻ്റെ മീത്തേക്ക് കുറച്ച് ഫ്രൈ ചെയ്ത് വെച്ച സവാള ഉണ്ടല്ലോ, ഉള്ളി, അപ്പോൾ അതും കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ചോറ് നല്ല ദമ്മാക്കിയിട്ട് ഇട്ട് കൊടുക്കണം. നല്ല ആവി പറക്കുന്ന ചൂട് ബിരിയാണി മന്തിയാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വലിയ റൈസിൽ ഉണ്ടാക്കാം. ബസ്മതിയുടെ സെല്ല റൈസോ ബിരിയാണി റൈസ് ഏത് വേണമെങ്കിൽ എടുക്കാം. ഇനി സെല്ല റൈസ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ 1 മണിക്കൂർ മുന്നേ തന്നെ അരി കുതിരാൻ വെക്കണം. കൈയിട്ട് നല്ല പോലെ കുതിരണം. 1 ഗ്ലാസ് അരിക്ക് 4 ഗ്ലാസ് വെള്ളം തിളപ്പിച്ചിട്ട് ഉപ്പിടണം. പിന്നെ 1 സ്പൂൺ എണ്ണ, ഏലക്ക, ഗ്രാമ്പു, പട്ട എല്ലാം കൂടിയിട്ട് തിളച്ചിട്ടാകുമ്പോഴത്തേക്ക് അരി ഇട്ട് കൊടുക്കണം. അരി ഇട്ട് കൊടുത്തിട്ടായിട്ട് അരി ഇട്ട പാടന്നെ 2-3 മിനിറ്റ് ആകുമ്പോൾ നല്ല പോലെ തിളക്കും. തിളച്ച് കഴിഞ്ഞെങ്കിൽ ഒരു മീഡിയം തീയിൽ 8 മിനിറ്റ് ആകുമ്പോൾ തന്നെ നമുക്കൊരു പാത്രത്തിൽ കൂട്ടിയിട്ടിടാം. ഇനി മസാലിൻ്റെ മീത്ത ദം ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് റൈസ് ഉണ്ടാക്കാം.
അരി ഏതായെങ്കിലും കുഴപ്പമില്ല. നിങ്ങൾ എല്ലാവരും ഈ റെസിപ്പി ഉണ്ടാക്കിയിട്ടായിട്ട് നിങ്ങളെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളെല്ലാം അറിയിക്കണം. ജസാക്കല്ലാ ഖൈർ. വീണ്ടും കാണാം.